ആഹാരമൊക്കെ കഴിച്ച ശേഷം മുറിയിലേക്ക് കിടക്കാനായി വന്നതാണ് വസുധ. അവർ ആരോഹിക്കൊപ്പമാണ് കിടക്കുന്നത്. വസുധ മുറിയിലേക്ക് വരുമ്പോൾ ആരോഹി പല ചിന്തകളിൽ മുഴുകി കട്ടിലിരിക്കുകയായിരുന്നു. അവർ മുറിയിലേക്ക് വന്നതുപോലും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ്? കാര്യമായ ആലോചനയിലാണല്ലോ. ഇനി ആർക്ക് പണി കൊടുക്കണമെന്നാണോ ചിന്തിക്കുന്നത്? വസുധ ചോദിച്ചപ്പോ ആരോഹി അവരെ നോക്കി ഒരു ചമ്മിയ ചിരി ചിരിച്ചു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് സത്യാണല്ലേ? നീയാണ് ഗായത്രിയേട്ടത്തിയെ കൊണ്ട് മനഃപൂർവ്വം മാപ്പ് പറയിപ്പിച്ചത് അല്ലേ? വസുധ ഇത് ചോദിച്ചപ്പോ ആരോഹിക്ക് അധികം കിടന്നുരുളാനൊന്നും നിന്നില്ല. അതേന്നെ അർത്ഥത്തിലൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. പിന്നെ എന്റെ അമ്മയുടെ മനസ്സ് വിഷമിച്ചാൽ ഞാൻ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു കരുതി അവര്. എന്നാലും എന്റെ കുട്ടി, ഇതൊക്കെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? വസുധ ആശ്ചര്യത്തോടെ താടിക്ക് കൈകൊടുത്തുകൊണ്ട് ആരോഹിയെ നോക്കി ചോദിച്ചു. എന്റെ കയ്യിൽ കുറച്ച് തെളിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ യഥാസമയത്ത് എടുത്തു പ്രയോഗിച്ചപ്പോ അപ്പച്ചി വാലും ചുരുട്ടി വന്ന് മാപ്പ് പറയാന്ന് സമ്മതിച്ചു. എന്തായാലും കൊള്ളാം, ഞാനും എന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. വസുധ പറഞ്ഞതോടെ ആരോഹി ഒരു ചിരിയോടെ കട്ടിലേക്ക് കിടന്നു. ഒരു ദിവസം കൂടി പെട്ടെന്ന് തന്നെ അവർക്ക് മുന്നിലൂടെ കടന്നുപോയി. നാളെ തിങ്കളാഴ്ചയാണ്. 2 ദിവസത്തെ അവധി കഴിഞ്ഞ് ആരോഹിക്ക് വീണ്ടും ജോലിക്ക് കയറി തുടങ്ങണം. വല്ലാത്തൊരു ഉത്സാഹത്തോടെയാണ് ആരോഹി എന്ന് ഉറങ്ങി എണീറ്റത്. എഴുന്നേറ്റ് തൊട്ടടുത്തേക്ക് നോക്കുമ്പോൾ വസുധ അവിടെ ഉണ്ടായിരുന്നില്ല. വസുധ അടുക്കളയിലേക്ക് പോയിരുന്നു. പിന്നീട് അധികം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ അവൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർത്തു. ഓഫീസിലേക്ക് കൊടുത്തോണ്ട് പോകാനായി ഒരു ഡാർക്ക് മെറൂൺ കളർ ജോർജറ്റ് സാരി എടുത്ത് കട്ടിലേക്ക് വെച്ച ശേഷം നനഞ്ഞ മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിക്കൊണ്ടിരുന്ന സമയത്താണ് വസുധ മുറിയിലേക്ക് വന്നത്. ആരോഹിക്ക് നല്ല നീണ്ടു വിടർന്ന കട്ടിയുള്ള മുടിയായതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് അത് ഒറ്റയ്ക്ക് ഉണക്കിയെടുക്കാനൊക്കെ വലിയ പാടായിരുന്നു. വസുധ അവളെ സഹായിച്ചു. അച്ഛൻ എന്താ അമ്മ വരുന്നത്? ആരോഹി ചോദിച്ചു. അത് പിന്നെ എപ്പോഴും ഒന്നും പോകുന്നില്ലല്ലോ മോളെ. അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വല്ലപ്പോഴും അല്ലേ പോകുന്നത്. വസുധ പറഞ്ഞതിന് ആരോഹി ഒന്ന് അമർത്തി മൂളിയതേ ഉള്ളൂ. ആരോഹിയുടെ അച്ഛൻ ഗൾഫിലായിരുന്ന കാലത്ത് നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നാട്ടിൽ വന്ന് മറ്റ് ജോലിക്കൊന്നും പോകാതായതോടെ അതിൽ നിന്നെടുത്താണ് അവരവരുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദാ ഇനി എന്റെ പരിപാടി കഴിഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് വസുധ ഹെയർ ഡ്രയർ ആരോഹിയുടെ കയ്യിലേക്ക് കൊടുത്തു. മുടി നന്നായി ഉണങ്ങി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കോ. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഞാൻ ഇന്ന് സ്കൂട്ടി പോകാന്നാ തീരുമാനിച്ചത്. അത് വേണോ ആരോഹി? ഇവിടുന്ന് 1/2 മണിക്കൂർ കൂടുതൽ ദൂരമില്ല എവിടേക്ക്. അത് കുഴപ്പമില്ലമ്മേ. എത്രയെന്ന് പറഞ്ഞാ എന്നും ഈ ബസ്സിൽ തള്ളും കൊണ്ട് പോകുന്നേ. അതും ശരിയാണ്. ഇനി പിന്നെ സമയം കളയാതെ റെഡിയാവും. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞ് വസുധ മുറിവിട്ടിറങ്ങിയപ്പോ ആരോഹി ഡോറടിച്ച് കുറ്റിയിട്ടുകൊണ്ട് ധൃതി സാരി ഉടുത്തു. ആ ഡാർക്ക് മറൂൺ ജോർജറ്റ് സാരിയിൽ അവളുടെ ശരീരത്തിന്റെ വെളുപ്പ് നിറം ജ്വലിച്ചു നിന്നു. കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ലാതെ തന്നെ നെറ്റിയിൽ ഒരു ചെറിയ കുഞ്ഞി കറുത്ത വട്ടപ്പൊട്ടും ചുണ്ടിലൽപ്പം ലിപ്സ്റ്റിക്കും മാത്രം. മുടി നന്നായി പിന്നിയിട്ടു. സ്കൂട്ടറിൽ പോകുമ്പോൾ അതാണ് അവൾക്ക് കൂടുതൽ സൗകര്യം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു തോളിൽ ബാഗും മറു തോളിലൂടെ മുടി മുൻപിലേക്കും ഇട്ട് പടികൾ ഇറങ്ങി വരുന്ന ആരോഹിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അർജുൻ. അവൻ ഓഫീസിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ എന്തോ മീറ്റിംഗ്. വല്ലാത്ത ഉന്മാദത്തോടെ അവൻ അവളെ നോക്കി. ഒപ്പം അവളെ ഒരിക്കൽ പോലും ഒന്ന് അനുഭവിച്ചറിയാൻ കഴിയാതെ നഷ്ടപ്പെടുത്തിയതോർത്തവന് വല്ലാത്ത അമർഷം തോന്നി. അല്പം കൂടി കഴിഞ്ഞായിരുന്നു മാൻവിയുടെ വരവെങ്കിൽ താൻ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നേനെ. മാൻവി പണക്കാരിയാണ്, ഇട്ടുമൂടാൻ സമ്പത്തുള്ളവൾ. പക്ഷെ സൗന്ദര്യം അത് ആരോഹിക്ക് തന്നെയാണ്. ഇവളെപ്പോലൊരു സുന്ദരി പെണ്ണിനെ താൻ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. അർജുൻ മനസ്സിലോർത്തു. ആഹാരം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടും ആരോഹിയെ കാണാതായതോടെ അവളെ വിളിക്കാന് വീണ്ടും മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്ന നേരത്താണ് വസുധ അർജുന്റെ നോട്ടം കാണുന്നത്. ഒരു വേള അവന്റെ കണ്ണുകൾ പാഞ്ഞ അതേ ദിശയിലേക്ക് വസുധയും നോക്കി. പടികൾ ഇറങ്ങി വരുന്ന ആരോഹിയിലേക്കാണ് അവന്റെ ശ്രദ്ധയെന്ന് കണ്ടതും വസുധ അല്പം ഉറക്കത്തന്നെ ഒന്ന് ചുമച്ചു. അർജുന് പോകാനായില്ലേ? പെട്ടെന്നൊരു പരിങ്ങലോടെ അർജുൻ അവർക്ക് നേരെ നോക്കിയതും വസുധ തിരിച്ചു ചോദിച്ചു. പോകാറാവുന്നു. ഞാൻ ഇറങ്ങാൻ തുടങ്ങുവാണ്. എങ്കിൽ പിന്നെ പോയാട്ടെ. ഒന്നും മിണ്ടാതെ അർജുൻ ഉമ്മറത്തേക്ക് ഇറങ്ങി.
മുമ്പും ഈ തള തന്നെയായിരുന്നു എന്റെ ശത്രു. എനിക്കറിയാം അവളെ ഏത് രീതിയിൽ എന്റെ വരുതിക്ക് കൊണ്ടുവരണമെന്ന്. വിചാരിച്ചതെല്ലാം നടത്തിയെടുത്തിട്ടേ ഉള്ളൂ ഈ അർജുൻ ശബരിനാഥ്. അതുകൊണ്ട് വസുതയല്ല, ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ തടസ്സം നിന്നാലും ഈ അർജുൻ ഒരിക്കൽ ആരോഹ്യെ സ്വന്തമാക്കിയിരിക്കും. അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലും തന്നെ. ആരോഹി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വസ്തുയുടെ മുഖത്തെ തെളിച്ചം പാടെ മങ്ങിപ്പോയി. എന്തു പറ്റിയമ്മേ, മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നീ വന്ന് ആഹാരം കഴിക്കേ. അങ്ങനെ അല്ലല്ലോ, മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നല്ല സന്തോഷത്തോടെ വന്നതായിരുന്നല്ലോ. എന്താ, ഇന്നലത്തതിന്റെ ബാക്കിയായിട്ട് അപ്പച്ചി വീണ്ടും എന്തെങ്കിലും പറഞ്ഞോ? ആരോഹി ചിന്തിച്ചതത്രയും ഗായത്രി എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പുറത്തായിരിക്കും വസ്തുയുടെ പാവം മാറ്റുമെന്നാണ്. ഏയ്, ഒന്നുമില്ല മോളെ, നീ വന്ന് ആഹാരം കഴിക്കും. ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ആലോചിച്ച്. ഞാൻ പറഞ്ഞിട്ടില്ലമ്മ, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ നമ്മുടെ സന്തോഷം കളയരുതെന്ന്. അതും പറഞ്ഞുകൊണ്ട് ആരോഹി ആഹാരം കഴിക്കാനിരുന്നു. പക്ഷെ വസ്തുയുടെ മനസ്സിൽ അപ്പോഴും തന്റെ മകളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അർജുന്റെ കഴുകൻ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം, അവന്റെ കൈപ്പിടിയിൽ നിന്ന് ഏതു വിധേന ആരോഗ്യെ രക്ഷിക്കണമെന്ന് അവർക്കറിയില്ല. എന്നാലോ അച്ഛന്റെ വാക്ക് ധിക്കരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യവും അവർക്കില്ലായിരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടുപോയി വസുധ. അന്നേരം കൊണ്ട് തന്നെ ആരോഹി കഴിച്ചു പോകാനായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഉമ്മർ തരുന്ന ഹെൽമെറ്റും കയ്യിലേക്കെടുത്തുകൊണ്ട് സ്കൂട്ടിക്കരികിലേക്ക് നടക്കുന്നവരെ വസുധ നോക്കി നിന്നു. സൂക്ഷിച്ചു പോണേ മോളെ, വസുധ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഹെൽമെറ്റ് തലയിൽ വെച്ചുകൊണ്ട് തന്നെ വസുധയെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് ആരോഹി സ്കൂട്ടിയിലേക്ക് കയറി. അതേസമയം ഹോസ്പിറ്റലിലേക്ക് പോകാനായി കാറിൽ കയറിയ അർജുൻ. അവനൊരു ഫോൺ കോൾ വന്ന് കാറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോഹി ഓഫീസിലേക്ക് പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആഹാ, ഇവൾ പിന്നെ സ്കൂട്ടി എടുത്തോ? മുമ്പൊരിക്കല് ആക്സിഡന്റ് പറ്റിയപ്പോൾ അർജുനായിട്ടാണ് പറഞ്ഞത് ഇനി സ്കൂട്ടി പോകണ്ടെന്ന്. അതും ആക്സിഡന്റ് എന്നൊന്നും പറയാനില്ല. എതിരെ ഒരു പട്ടി വന്നപ്പോ ആരോഹിക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല. അങ്ങനെ അവളും സ്കൂട്ടിയും റോഡിലേക്ക് മറിഞ്ഞു. അന്ന് അവളുടെ നെറ്റിയിൽ എന്തോ ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അർജുൻ കർക്കശമായി വിലക്കിയതുകൊണ്ട് പിന്നീട് അവന്റെ വാക്ക് ധിക്കരിച്ച് അവളും സ്കൂട്ടി എടുക്കാതിരുന്നതായിരുന്നു. അതിനുശേഷം പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി തിരികെ കൊണ്ടുവന്നതൊന്നും അർജുൻ അറിഞ്ഞിരുന്നില്ല. സ്കൂട്ടി പാർക്കിങ്ങിലേക്ക് വെച്ചുകൊണ്ട് ആരോഹി ഓഫീസിലേക്ക് കയറി. ആരോഹി ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അക്ഷിത് വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ആശ്വാസത്തോടെ തന്നെ ക്യാബിനിലേക്ക് കയറി. അവന്റെ ടേബിളും അവളുടെ ടേബിളുമെല്ലാം നന്നായി അറേഞ്ച് ചെയ്തു വെച്ചു. ശേഷം ഓരോരോ വർക്കുകളെ ചെയ്തു തുടങ്ങി. അതേ സമയത്ത് തന്നെയാണ് മാനേജർ നന്ദകിഷോർ ക്യാബിനിലേക്ക് വന്നത്. നന്ദകിഷോറെ കണ്ടതും ആരോഹി ബഹുമാനപൂർവ്വം ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ആരോഹി, ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വന്നതാ. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അക്ഷിത് സാറിന് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച്. ആരോഹി സാറിനെ അസിസ്റ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അതിനെന്താണ് സർ, ഞാൻ പോകാം. അതല്ല, അക്ഷിത് സാർ ഇന്ന് വരാൻ അല്പം ലേറ്റ് ആകും. അതുകൊണ്ട് സാർ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മീറ്റിംഗിന് കൊണ്ടുപോകാനുള്ള ഫയൽസ് എല്ലാം ഫയൽ റൂമിൽ പോയി കളക്ട് ചെയ്ത് ശേഷം ആരോഹി അതുമായി പേ ചെയ്യണമെന്നാണ്. സാർ നേരെ വന്ന് ആരോഹിയെ കൂട്ടി മീറ്റിംഗിന് പോകുമെന്ന്. ആണോ? ഓക്കെ സർ. ആരോഹി തിരക്കിലാണെങ്കിൽ ഞാൻ ഫയൽസ് എല്ലാം എടുത്ത് പിയോണിന്റെ കയ്യിൽ ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടാം. ആണോ? അത് മതി സർ, എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഫ്രൈഡേ സാറെ ഏൽപ്പിച്ചതാണ്. ആണോ? എങ്കിൽ കുഴപ്പമില്ല. ആരോഗ്യ വർക്ക് കണ്ടിന്യൂ ചെയ്തോളൂ. ഫയൽസ് ഞാൻ ഉച്ചയാവുമ്പോഴേക്കും ഇവിടേക്ക് എത്തിക്കാം. ഓക്കെ സർ, താങ്ക് യു. നന്ദകിഷോർ ക്യാബിൻ വിട്ടകന്നതും ആരോഹി ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. അക്ഷിത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്പം ഫ്രീ ആയിട്ടായിരുന്നു അവൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അക്ഷിത് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അവന്റെ ശ്രദ്ധ തന്നിലേക്ക് പാളി വീഴാറുണ്ട്. തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാന്തിക ശക്തിയുള്ള അവന്റെ നോട്ടത്തെ നേരിടാൻ പലപ്പോഴും തനിക്ക് കഴിയാറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അക്ഷിത് നോക്കുമ്പോഴേക്കും തന്റെ തല താഴ്ന്നു പോകും. ഉള്ളിൽ താൻ പോലും അറിയാതെ ഒരു പിടപ്പുയരും. ആരോഹി ഒരു നെടുവീർപ്പോടെ ആലോചിച്ചു. അപ്പോഴേക്കും തന്നെ ലഞ്ച് ബ്രേക്കിനുള്ള സമയമായി. അവൾ നീലിമയോടൊപ്പം ക്യാൻറ്റീനിൽ പോയിരുന്നു. ഒരുമിച്ച് ഫുഡ് കഴിച്ച ശേഷം തിരികെ ക്യാബിനിൽ വന്നിരുന്നു. 3 മണിയാകാൻ ഇനിയുമുണ്ട് 1 മണിക്കൂർ. വർക്കുകളെല്ലാം ചെയ്തു തീർത്തതിനാൽ ആരോഹി വെറുതെ ഓഫീസ് റൂമിലെ വിൻഡോ വഴി പുറത്തേക്ക് നോക്കി നിന്നു. ഒരു ഭാഗം മുഴുവൻ ഗ്ലാസ് വാളാണ്. അത് ഭംഗിയുള്ള വൈറ്റ് കളർ കർട്ടനിട്ട് മറച്ചിരിക്കുന്നു. ആരോഹി കർട്ടൻ വകഞ്ഞു മാറ്റി നഗരത്തിരക്കുകളിലേക്ക് നോക്കി.
ഉച്ചയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട്. മാത്രമല്ല, അത്രയും ഉയരത്തിൽ നിന്ന് കാണുന്നത് കൊണ്ടാണോന്ന് നഗരത്തിലെ മനുഷ്യരും വാഹനങ്ങളും എല്ലാം നേരത്തെ ഒരു പൊട്ടുപോയി അവൾക്ക് തോന്നിച്ചു. ഏറെ നേരം ആ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് അങ്ങനെ നിന്ന സമയത്താണ് ക്യാബിൻ ഡോറിൽ ആരോ നോക്ക് ചെയ്ത ശബ്ദം കേട്ടത്. അവൾക്ക് മനസ്സിലായിരുന്നു അത് ഫയലുമായി പ്യൂണ് വന്നതായിരിക്കുന്ന. അതേ വിശ്വാസത്തോടെ തന്നെ പോയാണ് ആരോഹി ക്യാബിൻ ഡോർ തുറന്നത്. വിചാരിച്ച പോലെ പ്യൂണായിരുന്നു. അയാളുടെ കയ്യിൽ രണ്ടു മൂന്ന് ഫയൽസ് ഉണ്ട്. അയാൾ അതെല്ലാം ആരോഹിയുടെ കയ്യിൽ കൊടുത്തു. മേഡം, ഇത് നന്ദൻ സാർ മേഡത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നതാ. ആ, സാർ പറഞ്ഞിരുന്നു. താങ്ക് യു. അതും പറഞ്ഞ് ഫയലുകളുമായി അവൾ ക്യാബിനിലേക്ക് ചെന്നു. അതേസമയം അക്ഷിതിന്റെ കോൾ അവളെ തേടിയെത്തി. ഹലോ സർ. ആരോഹി, ഇന്ന് മോർണിംഗ് പറഞ്ഞ ആ റിപ്പോർട്ട് ഉണ്ടല്ലോ, അതൊന്നുകൂടി എനിക്കൊന്ന് റീസെൻഡ് ചെയ്തേ. എനിക്ക് ആ മെയിൽ ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ അയക്കാം സർ. അതും പറഞ്ഞ ആരോഹി ഫയലുകളെല്ലാം അക്ഷിതിന്റെ ടേബിളിന്റെ പുറത്തേക്ക് വെച്ച് സിസ്റ്റം ഓൺ ചെയ്തു. റിപ്പോർട്ട് അക്ഷിതിന് വീണ്ടും മെയിൽ അയച്ചു. ശേഷം അതിനു മുമ്പായി അയച്ചിട്ടുള്ള പലവിധ മെയിലുകളിലൂടെ അവളുടെ കണ്ണുകൾ ഓടിക്കൊണ്ടിരുന്നു. സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഏകദേശം 2:45 ആകാറായപ്പോൾ അക്ഷിതിന്റെ കോൾ വീണ്ടും ആരോഹിയെ തേടിയെത്തി. അവൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു കോളിൽ പറഞ്ഞത്. പെട്ടെന്ന് ആരോഹിയുടെ കണ്ണുകൾ ഫോണിലേക്ക് നീണ്ടു. 3 മണിയെന്നല്ലേ സാർ പറഞ്ഞത്? ഇതിപ്പോ 2:45 ആയുള്ളൂ. അവൾ അത് ഓർത്തുകൊണ്ട് വേഗം തന്നെ ഫോണും ബാഗും അക്ഷിതിന്റെ ടേബിളിൽ അവൾ മുൻപ് വെച്ച ഫയലുകളും എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. പോകും വഴി നന്ദകിഷോറിന്റെ ക്യാബിനിൽ ചെന്ന് അയാളോടും വിവരം പറഞ്ഞു. എക്സിറ്റ് വഴി ആരോഹി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ കണ്ടു അവളെയും വെയിറ്റ് ചെയ്ത് കിടക്കുന്ന അക്ഷിതിന്റെ കാറ്. അത്രയും നേരം ഇല്ലാത്ത ഒരു പിടപ്പ് പിന്നെയും അവളെ വന്ന് പൊതിഞ്ഞു. വല്ലാത്തൊരു വെപ്രാളത്തോടെയും ടെൻഷനോടെയുമാണ് ആരോഹി കാറിലേക്ക് കയറിയത്. ഡ്രൈവറായിരുന്നു കാർ ഓടിച്ചത്. അക്ഷിത് പിന്നിലായിരുന്നു. അവനൊപ്പം ആരോഹിയും കയറിയിരുന്നു. അതേസമയം തന്നെയാണ് അക്ഷിതിന് മറ്റാരുടെയോ കോൾ വന്നത്. എന്തോ ഇമ്പോർട്ടന്റ് കോൾ ആയതുകൊണ്ട് തന്നെ ആ കോൾ കുറേ സമയം നീണ്ടു നിന്നു. ഏകദേശം അവർ ഹോട്ടൽ ബ്ലൂ മൂണിന്റെ ഫ്രണ്ടിൽ എത്തുന്നതുവരെ. ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തിയതും അക്ഷിത് ഇറങ്ങി. പിന്നാലെ തന്നെ ഫയലുകളും എടുത്ത് ആരോഹിയും. അക്ഷിത്, ഷാർപ്പ് 3:30 മീറ്റിംഗ്. ആരോഹി, ഷാർപ്പ് 3:30 മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആരോഹി വാച്ചിലേക്ക് നോക്കിയപ്പോൾ തന്നെ ഏകദേശം 3:15 കഴിഞ്ഞു. ഓക്കെ സർ. പല രാജ്യത്തു നിന്നുള്ള കമ്പനികളാണ് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്ത് ആ പ്രോജക്റ്റിന്റെ കൊട്ടേഷൻ നമുക്ക് തന്നെ പിടിച്ചെടുക്കണം. ഷുവർ സർ. ഓക്കെ, തന്റെ കയ്യിലിരിക്കുന്ന ഫയൽസ് ഒക്കെ കാണിക്കും. അക്ഷിത് പറഞ്ഞ് ആരോഹിയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി. അവരിരുവരും ഒരുമിച്ചാണ് കോൺഫറൻസ് കോളിലേക്ക് ചെന്നത്. പല പല കമ്പനികളെ റെപ്രസെന്റ് ചെയ്ത് വന്നവർക്കൊപ്പം അവരുടെ PS ഉണ്ടായിരുന്നു. ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. മാത്രമല്ല, ഏകദേശം എല്ലാവരും മോഡേൺ വസ്ത്രധാരികളായിരുന്നു. അതുകൊണ്ട് തന്നെ സാരി ഉടുത്ത് നീളം മുടി മിടഞ്ഞിട്ട് വരുന്ന നാടൻ സുന്ദരിയെ അവരെല്ലാവരും അല്പ അസൂയോടെയും ചിലരൊക്കെ അവജ്ഞയോടെയും നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ആദ്യമായിട്ടാണ് ആരോഹിക്ക് അങ്ങനത്തെ അനുഭവം. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവരെയൊക്കെ അഭിമുഖീകരിക്കാൻ. അല്പനേരം കഴിഞ്ഞു അക്ഷിതിനും അത് മനസ്സിലായി. താൻ കംഫർട്ടബിൾ അല്ലേ? അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അക്ഷിത് ചോദിച്ചത്. അവനെ നോക്കി ഒന്ന് തലകുലുക്കി ആരോഹി. അക്ഷിതിന്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെയാണ് ആരോഹി ഇരുന്നത്. സീറ്റിൽ ഇരുന്ന ശേഷം അക്ഷിതിന്റെ കണ്ണുകൾ പലരിലൂടെയും തെന്നി നീങ്ങി. അതിനു മുമ്പ് പല മീറ്റിംഗിലും വെച്ച് കണ്ടിട്ടുള്ള പരിചയമുള്ള കമ്പനികൾ, അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് സൗഹൃദ ഭാവത്തിൽ അവനെ നോക്കി ചിരിച്ചു. എന്തോ പലരുടെയും നോട്ടം ആരോഹിക്ക് മേലാണെന്നറിഞ്ഞതും അക്ഷിതിന് ഒരു വല്ലായ്മ. വിദേശത്ത് പലയിടത്തും ബ്രാഞ്ചുകളുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ ശൃംഖലയായ AME ഗ്രൂപ്പ്സിന്റെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ടെൻഡർ പിടിക്കാനായിട്ടാണ് അക്ഷിതിനെ പോലെ ബാക്കിയുള്ള കമ്പനികളും വന്നത്. AME ഗ്രൂപ്പ് ചെയർമാനും അയാൾക്കൊപ്പം അയാളുടെ അസിസ്റ്റന്റ് എന്ന് തോന്നിപ്പിക്കുന്ന 2-3 പേരും കോൺഫറൻസ് റൂമിലേക്ക് വന്നതോടെ എല്ലാവരും ഒന്ന് ബഹുമാനപൂർവ്വം എഴുന്നേറ്റുകൊണ്ടിരുന്നു. പിന്നീട് ഓരോരുത്തരും തങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രസന്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമായിരുന്നു അത്. ഓരോ കോർണറിൽ നിന്ന് തന്നെയായിരുന്നു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അക്ഷിത് ഇങ്ങേ തലക്കിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ചാൻസ് ഏകദേശം അവസാനമാണ്. ഓരോ കമ്പനികളുടെയും പ്രോജക്റ്റും അവരത് അവതരിപ്പിക്കുന്ന രീതിയും ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അക്ഷിത്. ഇടയ്ക്കെപ്പോഴും അവന്റെ കണ്ണുകൾ തന്റെ മുമ്പിലിരിക്കുന്ന ഫയലിലേക്ക് നീട്ടും.
വെറുതെ ഫയലൊന്നും മറിച്ചു നോക്കിയവന്റെ മുഖത്ത് നിമി നേരത്തിനുള്ളിൽ ദേഷ്യം പടർന്നു. അതേ ദേഷ്യത്തോടെ അവൻ ആരോഗ്യെ നോക്കി. അവൾ പക്ഷേ പ്രസന്റേഷനിൽ ശ്രദ്ധിച്ചതിനാൽ മറ്റൊന്നും അറിഞ്ഞിരുന്നില്ല. ആരോഹി രണ്ട് കൈകളും മടിവെച്ച് ചേറിൽ ചാരിയിരിക്കുകയാണ്. ദ്രുതഗതിയിലാണ് അക്ഷിതിന്റെ കൈകൾ. അവളുടെ കൈകൾ ശക്തമായി അമർന്നത്. ഞെട്ടലോടെ ആരോഹി മുഖമുയർത്തി അക്ഷിതിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ കണ്ട ദേഷ്യം കാരണം അറിയാതെ അവൾ പകച്ചുപോയി. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ.